മലയാള സിനിമാ വ്യവസായത്തിൽ പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. സാങ്കേതിക പ്രവർത്തകർ അവഗണിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കരാറിന് ശ്രമിക്കുകയാണ് സംഘടനകൾ. നിർമ്മാതാക്കളുടെ നിലപാടാണ് ഈ വിഷയത്തിൽ നിർണായകമാകുക. നമുക്കറിയാം, ബിജു മേനോനെ ചുറ്റിപ്പറ്റി ഉയർന്ന ഒരു വിവാദം, അത് ബി ഉണ്ണികൃഷ്ണനാണ് ഈ വിവാദം പുറത്തു കൊണ്ടുവന്നത്. ബിജു മേനോന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ അന്ന് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് ഓർക്കണം. കാരണം ബിജു മേനോൻ 2 സിനിമകളുടെ പ്രമോഷന്, ജിത്തു ജോസഫിൻ്റെ അടക്കം 2 സിനിമകളുടെ പ്രമോഷന് ബിജു മേനോൻ വന്നില്ല. അത് 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം നിർമ്മാതാക്കൾക്ക് സംഭവിപ്പിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ബി ഉണ്ണികൃഷ്ണനായിരുന്നു. നമുക്കറിയാം, സിനിമാ ലോകത്ത് ഈ നടന്മാരും സംഘടനകളും തമ്മിൽ, മറ്റു സംഘടനകളുമൊക്കെ തമ്മിലുള്ള വിവാദം അല്ലെങ്കിൽ തർക്കങ്ങൾ ആദ്യമായല്ല. ഇപ്പോൾ ബിജു മേനോൻ കൂടി വിവാദത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കരാർ വ്യവസ്ഥകൾ താരങ്ങൾ ലംഘിക്കുന്നത് വ്യവസായത്തിന് വൻ തലവേദന സൃഷ്ടിക്കുന്നുവെന്നാണ് നിർമ്മാതാക്കളുടെ ഒപ്പം ഈ സംഘടനകളുടെയൊക്കെ വാദം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെക്നിക്കൽ ജീവനക്കാർക്ക്, സാങ്കേതിക ജീവനക്കാർക്കൊക്കെ പ്രതിഫലം വളരെ കുറവാണ്. 3 വർഷത്തിന് മുകളിലായി അവർക്ക് പ്രതിഫലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വർധനമൊക്കെ ഉണ്ടായിട്ട് ഇനിയും 3 വർഷം കൂടി ഈ വർധന ഉണ്ടാവില്ല എന്നാണ് കരാർ. പക്ഷെ അവിടെയാണ് സംഘടനകൾ ഇടപെട്ട് ഒരു പുതിയ കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, സിനിമാ രംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തർക്കങ്ങൾ പതിവാണ്. നടന്മാരൊക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നതും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നിർമ്മാതാക്കൾ മിണ്ടാറില്ല, കാരണം ഇവരുമായുള്ള ബന്ധം വഷളാക്കണ്ട എന്ന് കരുതി. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാവുകയാണ്. നേരിട്ട് ഈ വിഷയത്തിൽ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ. അത് ഏത് തലത്തിലേക്കാണ് ഈ തർക്കത്തെ എത്തിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ബിജു മേനോനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അത് പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. അതായത്, നടന്ന സംഭവം എന്ന കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു ചാനലിൽ ഒരു 1.5 മണിക്കൂർ മാത്രമാണ് അതിലൊരു അതിഥിയായി എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം അത് സാറ്റലൈറ്റിന്റെ അടക്കം അങ്ങനെ ഒരു അനുമതി, സാറ്റലൈറ്റിൻ്റെ അടക്കം ഈ ചാനലിലേക്ക് ആ സിനിമ എത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ചില കരാറിലൊക്കെ നടന്മാർ ഒപ്പിടേണ്ടതുണ്ട്. അത് നേരത്തെ മുതലുള്ളതാണ്. അങ്ങനെ കരാർ ഒപ്പിട്ട് തന്നെയാണ് പല ചാനലുകളുടെ പ്രോഗ്രാമുകളിലും ഈ അതിഥിയായി നടന്മാരോ നടിമാരോ ഒക്കെ എത്തുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഈ സിനിമയുടെ ഭാഗമായിട്ടും സിനിമ റിലീസായതിനു ശേഷം 2 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയം, ഈ ബിജു മേനോന്റെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തിൽ 1.5 മണിക്കൂർ മാത്രം ആ പ്രോഗ്രാമിൽ, ആ ചാനലിലെ പ്രോഗ്രാമിന് ഒന്ന് അതിഥിയായി എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കരാറിൽ ഒപ്പിട്ടത് കൂടിയാണ് ബിജു മേനോൻ. അങ്ങനെ ഒരു തന്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നടനുണ്ട് എന്നത് എഴുതി ഒപ്പിട്ടതിന് ശേഷമായിരുന്നു അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിച്ചപ്പോൾ ബിജു മേനോൻ എത്തിയില്ല എന്നാണ് നിർമ്മാതാവ് ഫെഫ്കയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് 25 ലക്ഷം രൂപയാണ് നിർമ്മാതാവിന് നഷ്ടമായത്. ഇതിനെ തുടർന്ന് പരാതി നൽകി പലതവണ വ്യക്തിപരമായി നിർമ്മാതാവിന് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് ബിജു മേനോൻ, തന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എന്നിട്ടാണ് തനിക്ക് ഇത്രയും വലിയ നഷ്ടം ബിജു മേനോൻ ഈ ഫെഫ്കയ്ക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരും ഫെഫ്കയും ബിജു മേനോനും ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ബിജു മേനോൻ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകിയില്ല. ഇതാണ് പിന്നീട് ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ പ്രമോഷനും സമാനമായുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ബിജു മേനോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, സാങ്കേതിക പ്രവർത്തകരുടെ വേതന വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നിർമ്മാതാക്കൾക്കാണ് ആ ഒരു വേതന വർധനവിൽ പല ആശങ്കകളും ഉന്നയിക്കുന്നത്. കാരണം നമുക്കറിയാം, സാങ്കേതിക പ്രവർത്തകർക്ക് അത്രയേറെ ആളുകളുള്ള ഒരു കൃത്യമായിട്ടുള്ള എണ്ണം ഉണ്ടാകില്ല. ഈ സാങ്കേതിക പ്രവർത്തകർ, പ്രത്യേകിച്ച് ഒരു സിനിമയെ സംബന്ധിച്ച് ആ സിനിമയുടെ ഭാഗമായിട്ട് ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു തന്നെ വരും. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ സാങ്കേതിക പ്രവർത്തകരുടെ ഈ വേതന സംബന്ധിച്ച് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരേക്കും ഒരു സമന്വയത്തിലെത്തിയില്ല. അതിനിടയിലാണ് നടന്മാർ ഇത്തരത്തിൽ കൂടിയ പ്രതിഫലം വാങ്ങുകയും കരാർ പ്രകാരമുള്ള പ്രമോഷനുകളിലോ അല്ലെങ്കിൽ മറ്റ് സിനിമയുടെ വിജയാഘോഷങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാത്തൊരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കൂടിയാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ യൂണിയൻ ഈ ആളുകളുടെ, അതായത് സാങ്കേതിക പ്രവർത്തകരുടെ കാര്യത്തിലെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ
വേതനം വർദ്ധിപ്പിക്കുന്നതിൽ എടുക്കുന്ന ഒരു എതിർപ്പ്, എന്തുകൊണ്ടാണ് ഈ നടീനടന്മാർ സാലറി വർദ്ധിപ്പിക്കുമ്പോൾ, അവരുടെ വേതനം ഇങ്ങനെ കോടികളും ലക്ഷങ്ങളുമാക്കി വർദ്ധിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനൊരു തടയിടാത്തതെന്ന് കൂടി ബി ഉണ്ണികൃഷ്ണൻ നിർമ്മാതാക്കളോട് ചോദിച്ചിരുന്നു. എന്തായാലും ബിജു മേനോനുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങനെ നിൽക്കുകയാണ്. ഈ നിർമ്മാതാവുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ന് കൊച്ചിയിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നിയമ നടപടികളുമായി, അതായത് പോലീസിലടക്കം പരാതി നൽകുവാനുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം 25 ലക്ഷം രൂപയാണ് തനിക്ക് വലിയ നഷ്ടമാണ് ബിജു മേനോൻ കാരണം ഉണ്ടായത്. ഇനിയും ആ തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാവ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സാങ്കേതിക പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഈ സംഘടന ഫെഫ്ക എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്നതാണ്. 16 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറായി കുറച്ചിട്ടുണ്ട്. അത് 2 ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഇനി അവർക്ക് ജോലി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഓവർ ടൈം പണിയെടുത്താൽ, അതായത് രാത്രി ഏറെ സമയം പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വേതനം നൽകണം എന്നുള്ളൊരു നിർദ്ദേശത്തിൽ കൂടി ഈ ഡയറക്ടേഴ്സും നിർമ്മാതാക്കളും ചേർന്നുള്ള സംഘടന അത്തരത്തിലുള്ളൊരു കരാറിൽ അവർ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് ഉച്ചഭക്ഷണത്തിന്, അതായത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ ഇവർക്ക് വിശ്രമം അത് നൽകിയേ മതിയാകൂ എന്നൊരു തീരുമാനം കൂടിയാണ് ഈ കരാറിലുള്ളത്. അതോടൊപ്പം തന്നെ പുതിയൊരു കരാറിലേക്ക് അവർ അതിലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. അതിലൊന്ന് ഈ സാങ്കേതിക പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, നിർമ്മാതാക്കൾ, സംവിധായകർ, അതോടൊപ്പം തന്നെ നടീനടന്മാർ, ഇവർ 4 പേരും ചേർന്നുള്ള ഒരു കരാർ. അതായത് ഈ കൃത്യസമയത്ത് ഷൂട്ട് തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും നടീനടന്മാർക്കും വലിയൊരു പങ്കുണ്ട്. അത് ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ നടീനടന്മാരെ വിമർശിച്ചിട്ടുണ്ട്. പല നടന്മാരും നടിമാരും വൈകിയാണ് സെറ്റുകളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രവർത്തകർ ഇരട്ടി പണിയെടുക്കേണ്ട, അവർ രാവിലെ 6 മണിക്കൊക്കെ വന്നിരിക്കുമ്പോൾ നടീനടന്മാർ അവർക്ക് തോന്നിയതുപോലെ 10-11 മണിക്കൊക്കെയാണ് വന്നത്. അത് സെറ്റിനെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഷൂട്ട് നീണ്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നടീനടന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കരാറിലേക്ക് അവർ നീങ്ങുകയാണ്. അതിൽ കൃത്യസമയത്ത് തന്നെ നടീനടന്മാർ ഷൂട്ടിനെത്തണം എന്നൊരു നിർദ്ദേശമായിരിക്കും അതിലുണ്ടാകുക. ഒപ്പം ഇവരുടെ വേതനം സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് വേണ്ടി അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് കൂടി നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ അതും പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരു യുവനടി അവരുടെ വേതനം ചോദിക്കുന്നത് കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. 1-2 സിനിമയിൽ അഭിനയിച്ച ശേഷം ലക്ഷങ്ങൾ ചോദിക്കുന്ന നടിമാരുണ്ട്. ഇത് ഇവരോട് ഈ പൈസ കുറയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും നടന്മാരെയോ സമീപിച്ചോളൂ എന്നൊരു രീതിയിലേക്ക് അവർ വരുന്നതും ഈ മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ഇൻഡസ്ട്രി അല്ല, ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. അതിനെ തകർക്കുന്ന നിലപാട് പല നടന്മാരും എടുക്കുന്നത് ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുകൂടിയാണ് നിർമ്മാതാക്കളും ഈ സംവിധായകരും പറയുന്നത്. എന്തായാലും സാങ്കേതിക പ്രവർത്തകരെ ഒപ്പം നിർത്തുക, അല്ലെങ്കിൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങളിലേക്ക് കൂടി ഒരു ചുവടെന്ന രീതിയിലേക്ക് ഈ ഫെഫ്ക കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ബിജു മേനോനെതിരായിട്ടുള്ളതും അല്ലെങ്കിൽ നടന്മാർക്കെതിരായിട്ടുള്ള രൂക്ഷ വിമർശനം കൂടി ആ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഈ ഒപ്പം നവമി, ഈ ബിജു മേനോനുമായി ബന്ധപ്പെട്ട വിവാദം അതിന്റെ തലങ്ങൾ മാറുന്നു. കാരണം ഇന്നലെ അനൂപ് മേനോനൊക്കെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ബിജു മേനോനെ ന്യായീകരിച്ച് ചില പരാമർശങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഒരു വാർത്താ സമ്മേളനമല്ല, ഒരു സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ബിജു മേനോന് അനുകൂലമായ ചില നടന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഈ കൃത്യമായി പ്രൊമോഷൻ്റെ സമയം എപ്പോഴാണ് എന്ന് അറിയിക്കില്ല. ആ സമയത്തൊക്കെ ഇവർ വേറെ ഏതെങ്കിലും ഷൂട്ടിലും മറ്റുമായിരിക്കും. അപ്പോൾ അനുരഞ്ജനത്തിലൂടെ ഈ വിഷയങ്ങൾ പരിഹരിക്കണം, സൗഹൃദത്തിൻ്റെ പുറത്ത് പരിഹരിക്കണം, വിവാദം സൃഷ്ടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുകയാണ് അനൂപ് മേനോനെ പോലെയുള്ളവർ. ഒപ്പം ബിജു മേനോൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ കൃത്യമായി പുറത്തു വന്നിട്ടുമില്ല. അങ്ങനെ ഒരു 2 തലത്തിൽ ഈ വിഷയത്തെ കാണുന്നവരുമുണ്ടല്ലോ സിനിമയിൽ. രഞ്ജിത്ത്, നമ്മൾ നിർമ്മാതാവിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. കാരണം ബിജു മേനോന് മറ്റ് പല സിനിമകളുമുണ്ട്. തമിഴിലടക്കം സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രദമായിട്ടുള്ളൊരു സമയം കൂടി ആരാഞ്ഞിരുന്നു എന്നൊരു ചോദ്യത്തിന് നിർമ്മാതാവ് പറഞ്ഞത്, ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി, കാരണം അത് ഒറ്റയ്ക്കായിരിക്കില്ല, ഒരുപാട് ആ സിനിമയിലെ തന്നെ അണിയറ പ്രവർത്തകരെ എല്ലാവരെയും ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസം അവർ തീരുമാനിക്കുക. അങ്ങനെ എല്ലാ നടന്മാരും
നടന്മാരോടും അതുമായി ബന്ധപ്പെട്ട അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു തീയതി അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അതായത് ഈ ബിജു മേനോനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആ പ്രമോഷന്റെ ഭാഗമായിട്ടുള്ള അത് ബിജു മേനോൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയവും തീയതിയും പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് സിനിമ റിലീസ് കഴിഞ്ഞതിന് ശേഷം 2 മാസത്തിനുള്ളിൽ മാത്രം മതിയാകും അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി എത്തുന്നത്. അതുപോലും ചോദിച്ചിട്ട് ബിജു മേനോൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. പല ആവർത്തി തങ്ങൾ വിളിച്ചു. ബിജു മേനോന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും സമയം പറയുക, അത് ആ ചാനലിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ചാനലിലെ പ്രോഗ്രാം ഷൂട്ടുമായി ബന്ധപ്പെട്ട് അതിലായിരിക്കും ബിജു മേനോൻ പങ്കെടുക്കേണ്ടത് അതിഥിയായി. പക്ഷെ അതിന് പോലും ബിജു മേനോൻ തയ്യാറായില്ല എന്നാണ് ഈ നിർമ്മാതാവ് പറഞ്ഞത്. മറ്റൊരു സിനിമയിലും താരം ഇതുപോലെ ഉള്ളൊരു പ്രമോഷനിൽ എത്താത്ത രീതിയിലേക്ക് പോലും എത്തി. അങ്ങനെ ബിജു മേനോൻ ഇത്തരത്തിൽ 2 പടങ്ങളിലാണ് പ്രമോഷന്റെ ഭാഗമായി കരാർ പ്രകാരമുള്ള പ്രമോഷന്റെ ഭാഗമായി പങ്കെടുക്കാത്തത്. അതിനെ തുടർന്ന് തനിക്ക് വലിയ നഷ്ടമുണ്ടായി എന്നാണ് നിർമ്മാതാവും പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിർമ്മാതാവ് പറയുന്നത് ബിജു മേനോൻ തന്റെ അടുത്ത സുഹൃത്താണ് എന്നിട്ട് കൂടിയാണ് തനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തരികയോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല എന്നുകൂടി നിർമ്മാതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഈ വിവാദം സിനിമാ ലോകത്ത് 2 തട്ടിലേക്ക് സിനിമാ ലോകത്തെ തിരിക്കുന്നുണ്ട്. ഒപ്പം ബിജുമേനോനെതിരെ നിർമ്മാതാക്കളടക്കം രംഗത്ത് വന്നിരിക്കുന്നു. ബിജുമേനോന്റെ അടക്കം പ്രതികരണം ഈ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.